സോ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കോളേജിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോയിൽ ഞാൻ ഹോസ്റ്റലിനെ പറ്റിയും കോളേജിനെ പറ്റിയൊക്കെ പറയാമെന്ന്. സോ ഈ വീഡിയോ ഈസ് അബൌട്ട് ഹോസ്റ്റൽ. അപ്പോൾ എനിക്ക് RITയിൽ LH കിട്ടിയില്ല, അതായത് ലേഡീസ് ഹോസ്റ്റൽ കിട്ടിയില്ല. കാരണം നമുക്ക് ഹോസ്റ്റൽ ഗവൺമെൻറ് ഹോസ്റ്റൽ കിട്ടുന്നതിൻ്റെ ക്രൈറ്റീരിയ ഈസ് മെയിൻലി ബേസ്ഡ് ഓൺ കുറവ് ഇൻകം ആൻഡ് വീട്ടിലേക്ക് എത്ര ഡിസ്റ്റൻസ്, ആർക്കാണോ കൂടുതൽ ഡിസ്റ്റൻസ് ഉള്ളത് അവർക്കാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ഫസ്റ്റ് ഇയേഴ്സിന് അവർ പറഞ്ഞു 30 സംതിങ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ അതാ ഇവിടെ തൊട്ട് സൈഡിൽ കാണുന്ന ആ ഒരു ബിൽഡിങ്ങില്ലേ, അതാണ് ഞാൻ ചൂസ് ചെയ്ത PG എന്ന് പറയാം. ഹോസ്റ്റലാണ് മെയിൻലി, ഒരു പ്രൈവറ്റ് ഹോസ്റ്റൽ. ഓക്കെ, അപ്പോൾ ഈ വൈറ്റ് ഇത്, അപ്പോൾ ഞാൻ ആദ്യം അങ്ങ് കുറച്ച് മുന്നോട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോയി, നമ്മൾ ആദ്യമായിട്ടല്ലേ ഇത് കാണുന്നത്, അപ്പോൾ മനസ്സിലായില്ല. പിന്നീടാണ് ഇതാണെന്ന് മനസ്സിലായത്. അങ്ങനെ നമ്മൾ തിരിച്ചു വന്നു. സോ ഇതിൻ്റെ പേര് വെമ്പിലമറ്റം എന്നാണ്, അതോ വെമ്പിലാമറ്റമാണോ, എനിക്കത് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിഞ്ഞുകൂടാ. സോ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് 31st ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 18th ഓറിയൻറ്റേഷൻ ഉണ്ടാവും, 17th ഓറിയൻറ്റേഷൻ ഉണ്ടാവും. അത് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ്, അതായത് കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റ്സിനെ മാത്രം സോർട്ട് ഔട്ട് ചെയ്തിട്ടുള്ള ഓറിയൻറ്റേഷൻ ആണെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് നമുക്ക് ആക്ച്വൽ റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 31st. സോ നമുക്ക് 30th ആകുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് താമസിക്കാം. ഞാനപ്പോൾ ഈ PGയിൽ ആദ്യം ഗ്രൗണ്ട് ഫ്ലോർ ആണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ നമ്മുടെ റോഡിൻ്റെ ലെവലിൻ്റെ താഴെയായിട്ടാണ് പണിഞ്ഞേക്കുന്നത്. അപ്പോൾ ഐ തോട്ട് ഫസ്റ്റ് ഫ്ലോർ ആയിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന്. പക്ഷേ ദ തിങ് ഈസ് ഓൺലി എൻട്രൻസ് ഗ്രൗണ്ട് ഫ്ലോറിലൂടെ മാത്രമേ ഉള്ളൂ. നമ്മളിങ്ങനെ സൈഡിൽ നിന്ന് താഴേക്ക് കാണുന്ന വഴിയിലൂടെ നടന്നു പോയിട്ട് വേണം, ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് വേണം പിന്നെ ഏത് ഫ്ലോറിലേക്കും പോകാൻ. ആൻഡ് അതുപോലെ ഈ പണി നടക്കുന്ന സ്ഥലം നമ്മുടെ മെസ് ഹാളിന് വേണ്ടിയിട്ടാണ്. ആദ്യത്തെ ഒരു മാസം മെസ് ഹാള് ഏറ്റവും മുകളിലെ ഫ്ലോറിലായിരിക്കും എന്നാണ് പറഞ്ഞത്. കാരണം ഇത് ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹോസ്റ്റലാണ്, പുതിയ ഹോസ്റ്റലാണ്. അപ്പം അതായിരുന്നു എനിക്ക് വേണ്ടതും, അടുത്തായിരിക്കണം, പുതിയതായിരിക്കണം. കാരണം ഡാമേജ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും തോന്നി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത്. അപ്പോൾ നമ്മൾ അതിലെ ഫസ്റ്റ് റൂമാണ് കയറി കാണുന്നത്. അതിലാണ് കൂടുതലും എല്ലാം അസംബിൾ ചെയ്തിട്ടേക്കുന്നത്, കട്ടിലായാലും എല്ലാം സെറ്റപ്പ് ചെയ്തേക്കുന്ന ഒരു റൂമാണുള്ളത്. അപ്പോൾ ഞാൻ കയറി നോക്കിയപ്പോൾ നമ്മുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എല്ലാ റൂമും 4 ഷെയറിംഗ് ആണ്. അപ്പോൾ 4 ബെഡുണ്ട്, അതുപോലെ ഒരു ഡെസ്ക്കാണ് റൂമിലുള്ളത്. കാരണം സ്പേസ് കണ്ടോ, നമുക്ക് ഇനി ഡെസ്ക് ഇടാനുള്ള സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു റൂമിൽ ഒരു ഡെസ്ക്കാണ് ഉള്ളിലുള്ളത്. അതല്ലാതെ നമുക്ക് സ്റ്റഡി ഏരിയാസ് ഉണ്ട്. അപ്പോൾ ബാത്റൂമിലാണെങ്കിൽ ഒരു വാഷ് ബേസൺ ഉണ്ട്, മിററുണ്ട്, ടോയ്ലറ്റ്, അതുപോലെ ഷവർ, എക്സോസ്റ്റ് എല്ലാം ഉണ്ട്. അങ്ങനെയാണുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ടവൽ ഹോൾഡറൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഈ ബുക്ക് വെക്കുന്ന റാക്കുണ്ടല്ലോ, അതുണ്ട്. അതിൽ ഒരു തട്ടാണ് ഒരാൾക്ക്. പിന്നെ നമ്മൾ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തൊക്കെ കാണാം. ഓക്കെ, നല്ല അത്യാവശ്യം നല്ലൊരു സറൗണ്ടിങ് ആണ്. പിന്നെ നമുക്ക് ഇതുപോലെ ഷെൽഫ് തന്നിട്ടുണ്ട്. ഷെൽഫിൽ 4 പാർട്ടായിട്ടാണ് ഒരു കബോർഡ് ഉള്ളത്. അതിൽ ഒരു പാർട്ട് നമുക്ക്, ഒരാൾക്കൊരു പാർട്ട്, അങ്ങനെയാണോ, 4 പേരുള്ള റൂമല്ലേ, അങ്ങനെ. അപ്പോൾ പിന്നെ സ്റ്റൂള് വെച്ചിട്ടുണ്ട്, അത് നമുക്കാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ, അത് ഞാൻ ചോദിച്ചില്ലായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന സൗകര്യം എന്ന് പറയുന്നത്. ഷവറൊക്കെ ഉണ്ട്, കണ്ടല്ലോ. അപ്പോൾ പിന്നെ അതുപോലെ 4 പ്ലഗ് പോയിൻറ്റ്സ് ഉണ്ട് നമുക്ക്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ എക്സ്റ്റൻഷൻ ബോർഡ് കൊണ്ടുപോകേണ്ടി വരുമായിരിക്കും. കാരണം ഈ അറ്റ് എ ടൈം 1-2 എണ്ണത്തിൽ കൂടുതൽ ചാർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചിലപ്പം കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. ലാപ്പും ഫോണും ഒക്കെ ഇല്ലേ. അപ്പോൾ പിന്നെ പുറത്താണെങ്കിലും ഒരു പ്ലഗ് പോയിൻ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ താഴെ കാണുന്ന സ്ഥലത്തും സ്റ്റഡി ഏരിയ വരും എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ ഏറ്റവും മുകളിൽ നമുക്ക് മെസ് ഹോളും, അതുപോലെ ബാക്കി പകുതി സ്ഥലം ഡിവൈഡ് ചെയ്തേക്കുക, ബാക്കി പകുതി ഇതിന് വേണ്ടിയിട്ട്, ഈ തുണിയൊക്കെ വിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ റൂമാണ് പ്രയോറിറ്റൈസ് ചെയ്ത് പറഞ്ഞത്. പിന്നെ നമുക്ക് ഈ ലാമ്പും ഫാനും ഒക്കെ ഉണ്ട്. ലാമ്പല്ല, സോറി, ട്യൂബ് ലൈറ്റ്. ഓക്കെ, ഇത് ഒന്നും ഓർഗനൈസ് ചെയ്തിട്ടില്ല. കാണുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു റൂം, വലിയൊരു റൂമായിട്ട് തന്നെയാണ് തോന്നിയത്. ഇതും ഈ പറഞ്ഞ പോലെ എല്ലാം ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് താഴത്തെ ആ റൂമാണ് അവർ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വേണേൽ മുകളിലൊക്കെ കയറി കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു റൂമാണ് ചൂസ് ചെയ്തത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി വെട്ടവും വെളിച്ചവും നൈസായിട്ടൊക്കെ തോന്നി. പിന്നെ ഈ ബെഡൊക്കെ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി സ്ഥലം കുറവായിരിക്കും. നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ടടുക്കി വെക്കാനുള്ള ഒരു സ്ഥലം കാണത്തില്ല. അപ്പോൾ കണ്ടോ, ഫസ്റ്റ് ഫ്ലോറാണ്. ആ ജനൽ തുറന്നിട്ടേക്കുന്നതാണ് ഞാൻ നോക്കിയ റൂം, ചൂസ് ചെയ്ത റൂം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഈ റൂം, അതാണ് ഞാൻ ഈ ചൂണ്ടി കാണിക്കുന്നത്. സോ നമുക്ക് അവിടെ കൂടെ വേണമെങ്കിലും ഒരു സൈഡിലൂടെ കോളേജിലേക്ക് പോകാനൊരു ഗേറ്റ് ഉണ്ട്, ഒരു പാർക്കിംഗ് വഴി, അങ്ങനെ ഒരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് ഷോർട്ട് കട്ടാണ്, അപ്പോൾ അതുവഴി കയറിയൊക്കെ പോകാമെന്നാണ് പറഞ്ഞത്. സോ ഒരുപാട് നടക്കാനുണ്ട്, ദാറ്റ്സ് എ ഫാക്റ്റ്. പക്ഷേ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു, നല്ല ക്യാമ്പസാണ്. അങ്ങനെ അപ്പോൾ നമ്മളിങ്ങനെ വീണ്ടും സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകണം. ഞാൻ പറഞ്ഞില്ല, ഒറ്റ ഒരു എൻട്രൻസും എക്സിറ്റും ഉള്ളൂ. അപ്പോൾ ഇവിടം വഴി പോകുമ്പോൾ
നമുക്ക് ഓൾറെഡി CCTV ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ സെക്യൂരിറ്റി ഇതാ ഇവിടെ ഈ കാണിച്ചേക്കുന്ന ഒരു സ്ഥലമില്ലേ, ഒരു സ്ക്വയർ ഷേപ്പ്, അവിടെ ഒരു സെക്യൂരിറ്റി റൂം വരും എന്ന് പറഞ്ഞു. അതുപോലെ ഒരു ചെറിയ ഗേറ്റ് ഉണ്ട്. പിന്നെ തൊട്ട് സൈഡിൽ പൈനാപ്പിളിൻ്റെ ഒരു തോട്ടം പോലെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അതിപ്പോൾ ഇവരുടേതാണോ എന്ന് അറിയത്തില്ല. ആണെങ്കിൽ വൈകിട്ട് ചുമ്മാതിരിക്കുമ്പോൾ നമുക്ക് ഓരോ പൈനാപ്പിളൊക്കെ പറിച്ച് കഴിക്കായിരുന്നു. അപ്പോൾ അതാണ് ഈ ഹോസ്റ്റലിനെ പറ്റി മെയിനായിട്ട്. പിന്നെ ഇതുപോലെ കിണറിലെ വെള്ളമാണെന്ന് പറഞ്ഞു. ഞാൻ പ്രത്യേകം ചോദിച്ചു ക്ലോറിൻ വെള്ളമാണോ കിണറിലെ വെള്ളമാണോ എന്ന്. കാരണം ക്ലോറിൻ ആകുമ്പം നമുക്കിപ്പം ഞാൻ പാലയിൽ തന്നെ നിന്ന സമയത്ത് ഇങ്ങനെ മുടി നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പം മൊത്തത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ക്ലോറിനാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നല്ല കിണറുണ്ട്, കിണറിൽ നിന്നാണ് വെള്ളം മൊത്തം എന്ന് പറഞ്ഞു. നമ്മുടെ കർഫ്യൂ ടൈം വരുന്നത് 7 ആണെന്നാണ് പറഞ്ഞത്. 7 PM ആണ്. അതുപോലെ രാവിലെ ഇത്ര മണി കഴിഞ്ഞ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ നമുക്ക് ഓൾറെഡി മെനു ഒക്കെ അയച്ചു തന്നു. നമുക്ക് വിളിച്ച് ഓൺലൈനായിട്ട് അവരെ വിളിച്ചിട്ട് 1000 അടച്ചിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഹോസ്റ്റലിൻ്റെ കാര്യങ്ങളൊക്കെ. സോ ഞാൻ ഓവറോൾ നോക്കിയിട്ട് എനിക്ക് അത്യാവശ്യം നല്ലതായിട്ടാണ് തോന്നിയത്. പിന്നെ RITന്ന് അത്യാവശ്യം അടുത്തുള്ളൊരു PG ആയിട്ട് തോന്നി. നമുക്ക് ഈ പറഞ്ഞ പോലെ ഷോർട്ട് കട്ടൊക്കെ കയറിപ്പോവാം. ഇപ്പം ഈ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ കണ്ടോ, നേരെ മെയിൻ ഗേറ്റ്, ആ കോളേജ് ഗേറ്റ് ആണ്. തൊട്ട് സൈഡിൽ കാണുന്ന ആ ഒരു വലിയൊരു ബിൽഡിംഗ് ആണ് ഹോസ്റ്റൽ എന്ന് പറയുന്നത്, ഈ വെമ്പിലമറ്റം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു നല്ല അത്യാവശ്യം അടുത്തുള്ളൊരു ഇതാണെന്ന് തോന്നുന്നു. പിന്നെ ഇനി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ നിന്ന് എത്ര ദൂരം ഉണ്ടെന്നൊന്നും അറിയത്തില്ല. ഈ പറഞ്ഞ പോലെ നടക്കാൻ ഒരുപാടുണ്ട്. വണ്ടി അങ്ങനെ കൊണ്ടുപോയി ഒന്നും വെക്കലൊന്നും നടക്കത്തില്ല. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹോസ്റ്റലല്ലേ താമസിക്കുന്നത്, അപ്പോൾ ഈ വണ്ടിയിലൊക്കെ എങ്ങനെ പോകാൻ. അപ്പോൾ പിന്നെ നടക്കുക തന്നെയാണ് മെയിൻ എന്ന് പറയുന്നത്. സോ അതാണ് മെയിൻലി ഹോസ്റ്റലിനെ പറ്റി പറയാനുള്ളത്. ആൻഡ് അതുപോലെ വാർഡൻ്റെ കാര്യമാണെങ്കിലും പുള്ളിക്കാരി ഇസ് വെരി നൈസ്. നമ്മുടെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തു, കമ്മ്യൂണിക്കേറ്റൊക്കെ ചെയ്തു. നല്ല രീതിയിലാണ് പെരുമാറുന്നതും എല്ലാം. ആൻഡ് നമ്മുടെ അവിടുത്തെ ഓണറും അവിടെ ഹോസ്റ്റലിലാണ് ഓണറും ഫാമിലിയും താമസിക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ CCTV ഉണ്ട്. CCTVയുടെ പാസ്വേഡ് നമ്മുടെ പേരൻസിന് ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവർക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് കാണുകയൊക്കെ ചെയ്യാം. ടോട്ടലി നമ്മൾ ഫസ്റ്റ് ഇയേഴ്സ് ആയതുകൊണ്ട് നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും കറക്റ്റ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലല്ലോ. പിന്നെ ഈ ടോക്കൺ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 വർഷം അവിടെ തന്നെ താമസിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഇയർ എന്തായാലും അവിടെ തന്നെ ആയിരിക്കും, ഞാൻ മാറുന്നൊന്നും ഇല്ല. സോ എന്തായാലും അപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് അറിയുന്നത് വരെ കുറച്ചുകൂടി ഗൈഡൻസ് ഉള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്നതാണല്ലോ നല്ലത്. നമ്മളിപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ അതിനെക്കാട്ടിൽ അറിയത്തില്ലല്ലോ കറക്റ്റ് ഒരു സംഭവം എങ്ങനെയാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഒരു ഹോസ്റ്റൽ സെറ്റപ്പ് ചൂസ് ചെയ്തത്. പിന്നെ അതുപോലെ അവർ പറഞ്ഞത് ഒരു റൂമിൽ ഫുള്ള് സെയിം ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരായിരിക്കും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാം. നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാംസ് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിരിക്കും തോന്നുന്നു കൂടുതലും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് പുറത്ത് പോകാം, വരാം, അങ്ങനെയൊക്കെ ഇതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അതുപോലെ കൂടുതലും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇയേഴ്സ് മാത്രമേ ആ ഹോസ്റ്റലുള്ളൂ എന്നാണ് തോന്നുന്നത്. അങ്ങനെ എന്തോ പറഞ്ഞായിരുന്നു. സോ അങ്ങനെയാണ്. ഇനി പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് ഞാൻ വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.